പരിശുദ്ധനായ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏകദേശം 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചിരുന്ന സമയം യേശുവിന്റെ മരണത്തോടെ മാറത്തടിച്ച് നിലവിളിച്ചവരും പ്രതീക്ഷ നശിച്ച് തിരിച്ചുപോയവരും ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനായിരുന്നു എന്ന് പ്രതീക്ഷിച്ചവരും തിരികെ പോകുമ്പോൾ ശിഷ്യന്മാരിൽ പലരും തങ്ങളുടെ പഴയ ജോലിയിലേക്ക് മീൻ പിടിക്കുവാൻ മടങ്ങിപ്പോകുമ്പോൾ ക്രൂശിതനായി മരിച്ച് കല്ലറയിൽ അടയ്ക്കപ്പെട്ട യേശു സകലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഇരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം വ്യാപിച്ചു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. സ്നേഹമുള്ളവരെ, ഇന്ന് യേശു സകലർക്കും പ്രകാശമാണ്. ഇന്ന് ആരെല്ലാം അന്ധകാരത്തിന്റെ പിടിയിൽ ഇരുട്ടിന്റെ മറവിൽ കഴിയുന്നുവോ അവർക്കൊരു മോചനമുണ്ട്. കാരണം അവരെ വിടുവിക്കുവാൻ സർവശക്തനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് നിന്റെ തകർച്ചയെ, പ്രതികൂല സാഹചര്യത്തെ മറികടക്കുവാനുള്ള വിശ്വാസം നൽകുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുക. അതുകൊണ്ട് സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിന് പറയുവാനുള്ളത് ഒന്ന് മാത്രം: നീ അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. വിശ്വാസത്തോടെ നമ്മുടെ കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അവിടുത്തെ മഹത്വം എന്നിൽ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതികൂലങ്ങൾ മാറുവാൻ യേശുവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. പാപത്തിന്റെ മരണപാശത്തിൽ നിന്നും അവിടുന്ന് നമ്മെ പിടിച്ചുയർത്തി. ക്രിസ്തു എന്ന പാറമേൽ അവിടുന്ന് നമ്മെ നിർത്തി. അവിടുത്തെ അഭിഷേകത്താൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം: കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. ഒരു പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഓ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി. ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടുന്നു. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി.
ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തി. അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. കർത്താവായ യേശുവിന്റെ വാഗ്ദാനം നമ്മിൽ നിറവേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയും, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഇന്ന് എന്നെ വിശുദ്ധീകരിക്കണം. യേശുവിനോട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ഈ നിമിഷം ഏറ്റുപറയാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമുക്ക് വിളിക്കാം. നമ്മുടെ കുടുംബത്തെ യേശുവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ഭവനത്തിൽ കടന്നു വരണമേ. കർത്താവായ യേശുവേ, വിശ്വാസത്തോടെയുള്ള എൻ്റെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണം. അവിടുന്ന് ഇന്ന് എന്നെ അനുഗ്രഹിക്കണം. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ, നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ, നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തി. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവായ ദൈവം ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.